കിഴക്കിന്റെ കാതോലിക്ക വരുമ്പോൾ വടക്കിന്റെ കാതോലിക്ക വാഴൂർ വഴി വണ്ടി വിടുവാൻ കാരണം ഇതാണ്. ഈ നോമ്പുകാലത്ത് ഹരിത നോമ്പാചരിക്കണം, മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കണം, കുശുമ്പും കുന്നായ്മയും ഉൾപ്പെടെയുള്ള കന്നന്തിരിവുകളൊന്നും കാണിക്കരുത്, പച്ചവെള്ളം ചവച്ചരച്ചു കുടിക്കണം, പറ്റിയാൽ മരമുരി ഉടുത്തിരുന്ന് ധ്യാനിക്കണം എന്നൊക്കെ കൽപ്പന ഇറക്കിയ ഞങ്ങളുടെ മത്തായി മൂന്നാമൻ ഇപ്പോൾ കേസും വഴക്കും വയ്യാവേലിയും ഒക്കെയായി കേരളത്തിന്റെ ക്രമസമാധാന നില തകർക്കുവാൻ ശ്രമിക്കുവാൻ കാരണം എന്താണ് എന്നാണ് i2 ന്യൂസ് ഇന്ന് പരിശോധിക്കുന്നത്. ഈ വരുന്ന മാർച്ച് 25-ന് ലെബനനിൽ വെച്ച് നടക്കുന്ന കാതോലിക്ക വാഴ്ച ചടങ്ങിന് കേരള സർക്കാർ പ്രതിനിധികളെ അയക്കുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ മത്തായി മൂന്നാമൻ സഭയോട് ആശ്രിതനായ ഇത്താപ്പിരിയെ കൊണ്ട് ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്യുകയും ഹൈക്കോടതി കയ്യോടെ ആ ഹർജി എടുത്ത് അയ്യത്ത് കളയുകയും ചെയ്തു. ലെബന് എന്തിന്റെ ചൊറിച്ചിലാണ് എന്ന് ഒരുപക്ഷെ ജഡ്ജി ചിന്തിച്ചു കാണും. പക്ഷേ റിപ്പോർട്ടിൽ അത് പറഞ്ഞിട്ടില്ല. എന്നിട്ടും ചൊറിച്ചിൽ തീരാഞ്ഞ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറിനും ഒരു പരാതി നൽകിയിരുന്നുവെങ്കിലും ആ പരാതി വായിച്ചു നോക്കിയ ശേഷം കയ്യോടെ കേന്ദ്ര സർക്കാർ അയക്കുന്ന ആ 4 അംഗ പ്രതിനിധി സംഘത്തെയും പെട്ടെന്ന് അങ്ങ് പ്രഖ്യാപിച്ചു. അവർ ഇവരാണ്: മുൻമന്ത്രി വി മുരളീധരൻ, അൽഫോൺസ് കണ്ണന്താനം, ഷോൺ ജോർജ്, ബെന്നി ബെഹനാൻ. പക്ഷേ ഞങ്ങളുടെ മത്തായി മൂന്നാമൻ കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിയിൽ യാതൊരു പ്രതിഷേധവും രേഖപ്പെടുത്തിയില്ല, കണ്ടില്ല എന്ന് നടിച്ചു. കാരണം പ്രതിഷേധം രേഖപ്പെടുത്തിയാൽ അടുത്ത ദിവസം അസുരലോകത്തിന്റെ വാതുക്കൽ ഇടി വന്നു നിൽക്കും എന്നറിയാം. പരിമലയിൽ വീഴുന്ന ശതകോടികളുടെ കള്ളപ്പണം, ഒരൊറ്റ പാൻ കാർഡിൽ സഭയുടെ സകല ഇടപാടുകളും നടത്തുന്നത്, 16 സ്വകാര്യ ട്രസ്റ്റുകളിലായി മത്തായി ഒറ്റയ്ക്ക് കടത്തുന്ന ഹവാല ഇടപാടുകൾ, അങ്ങനെ താടിയുള്ള അപ്പൂപ്പനെ പേടിക്കേണ്ട ഒരുപാട് വസ്തുതകൾ ഉള്ളതിനാൽ ഞങ്ങൾ അമ്മച്ചിയാണ്, തല പോയാലും കേന്ദ്രത്തെ കുറ്റം പറയൂല. ഞങ്ങളുടെ മത്തായി മൂന്നാമൻ ലെബനനിൽ നടക്കുന്ന യഥാർത്ഥ കാനോനികമായ കാതോലിക്ക വാഴിക്കൽ ചടങ്ങിനെ ഭയക്കുവാൻ കാരണം, എതിർക്കുവാൻ കാരണം പലതാണ്. വാഴൂർ എക്സ്പ്രസ് ഓടുന്നത് ബുക്കും പേപ്പറും ഇല്ലാതാണെന്ന് നാട്ടുകാർ തിരിച്ചറിയും എന്ന പേടി. ഇനി കളി മുഴുവൻ കഞ്ഞിക്കുഴിക്കും കോട്ടയത്തിനുമിടയിൽ ഒതുങ്ങും. ആഗമന സുറിയാനി സഭയുടെ തലവനായ പാത്രിയാർക്കീസ് ബാവയാൽ വാഴിക്കപ്പെടുന്ന ഒരു കാതോലിക്ക ഉണ്ടാകുമ്പോൾ കാനോനികമായി അതിനെ വിലയുള്ളൂ. ഓർത്തഡോക്സുകാരുടെ കയ്യിലിരിക്കുന്ന 1934 ആ കൈപ്പുസ്തക പ്രകാരവും അപ്രകാരമാണ്. ഭരണഘടന എന്നവർ പറയുന്ന ആ കൈപ്പുസ്തകത്തിന്റെ ആദ്യ പേജിലെ ആദ്യ വാചകവും ഇപ്രകാരമാണ്: മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭരണഘടന പ്രഖ്യാപനം. 1. മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗവും ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യ പാത്രിയാർക്കീസും ആകുന്നു. കേട്ടല്ലോ, ആഗമന സുറിയാനി സഭയുടെ മേലധ്യക്ഷനായ അന്ത്യോക്യ പാത്രിയാർക്കീസ് വാഴിച്ച അദ്ദേഹത്തിന്റെ കൈവപ്പ് ലഭിച്ച ഒരു കാതോലിക്കയ്ക്ക് കാനോനികമായി സഭാമക്കളുടെ ഇടയിൽ വിലയുള്ളൂ. അല്ലാത്തവർ വെറും വ്യാജൻ, ഡ്യൂപ്ലിക്കേറ്റ്. ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മാർച്ച് 25-ാം തീയതി പാത്രിയാർക്കീസ് ബാവയാൽ വാഴിക്കപ്പെട്ട് കഴിയുമ്പോൾ ആഗമന സുറിയാനി സഭയുടെ 2ാം തലവനായി മാറും. പാത്രിയാർക്കീസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം കാതോലിക്കയ്ക്കാണ്. അടുത്ത പാത്രിയാർക്കീസിനെ വാഴിക്കുന്നതും കാതോലിക്കയുടെ ചുമതലയാണ്. കാനൂനികമായ പ്രകാരം കൈവപ്പ് കിട്ടിയ കിഴക്കിന്റെ കാതോലിക്ക വരുമ്പോൾ വടക്കിന്റെ കാതോലിക്ക വാഴൂർ റൂട്ടിൽ വണ്ടി വിടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചുരുക്കി പറയാം. മത്തായി മൂന്നാമൻ എങ്ങനെയാണ് കാതോലിക്ക പദവിയിൽ എത്തിച്ചേർന്നത്? ഞങ്ങൾ മുൻപും പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഭരണഘടനയെ അട്ടിമറിച്ച് പിന്നാമ്പുറത്തൂടെ വന്നയാളാണ്. പൗലോസിദ്യൻ കാതോലിക്ക മുതിർന്ന മെത്രാന്മാരോട് പറഞ്ഞിരുന്നത് സേവേറിയോസ് ആയിരുന്ന മത്തായി മൂന്നാമനെ അടുപ്പിക്കുക പോലും ചെയ്യരുത് എന്നാണ്. ആളൊരു തീവട്ടിയാണ്, സഭയെ മുടിപ്പിക്കുമെന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സേവേറിയോസിനെ നിയുക്ത കാതോലിക്ക പോലും ആക്കാതെ കടന്നുപോയത്. കാതോലിക്ക കസേര കൈക്കലാക്കുവാൻ സേവേറിയോസ് പല തറക്കളികളും കളിച്ചു. ഏറ്റവും സീനിയറായിരുന്ന കാതോലിക്കയാകുവാൻ സാധ്യതയുണ്ടായിരുന്ന തോമസ് മാർ അത്താനസ്യൂസ് പുല്ലേപ്പടി റെയിൽവേ ട്രാക്കിൽ കൊല്ലപ്പെട്ട നിലയിൽ കിടന്നു. ആ കൊലക്കേസിൽ FIR-ൽ 1-ാം പ്രതിസ്ഥാനത്ത് സേവേറിയോസ് എന്ന മത്തായി മൂന്നാമനായിരുന്നു. പൗലോസിദ്യൻ കാതോലിക്കയ്ക്ക് ക്യാൻസർ ആണെന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് ആരാണ്? ഈ സേവേറിയോസ് എന്ന മത്തായി മൂന്നാമനായിരുന്നു. ആ പാപത്തിന് ചികിത്സ കൊടുക്കാതെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തി. നല്ല ഓങ്കോളജിസ്റ്റുകൾ ഇല്ലാതിരുന്നിട്ട് കൂടി പരിമലയിലിട്ട് വിലപ്പെട്ട സമയം കളഞ്ഞു. അന്നവർ പറഞ്ഞത് അദ്ദേഹം പരിമലയിൽ കിടന്നാൽ ആശുപത്രിക്ക് നല്ല പരസ്യം കിട്ടും എന്നാണ്. അവസാനം ഒരു ഓൺലൈൻ ഡോക്ടേഴ്സ് പാനൽ രൂപീകരിച്ച് അവർക്ക് നൽകി എന്ന് പറഞ്ഞ് കോടികളും വെട്ടിച്ചു. ഒടുവിൽ സപ്ലിമെന്റ് പോലും അടിച്ചു വെച്ച് അദ്ദേഹത്തിന്റെ വെന്റിലേറ്റർ ഊരിമാറ്റി അവർ തീരുമാനിച്ച ദിവസവും സമയവും അവർ അദ്ദേഹത്തെ കാലപുരിക്ക് അയച്ചു. കോവിഡ് കാലമായിരുന്നതിനാൽ എല്ലാം കൊണ്ടും ഇവർക്ക് അനുകൂലമായി. പിന്നീട് നടന്നത് രാഷ്ട്രീയക്കാർ പോലും ചെയ്യാത്ത ഹീനമായ പ്രവൃത്തികളായിരുന്നു. കളങ്കിതരായ പെണ്ണുപിടിയന്മാരായ മെത്രാന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്ത്
തലയ്ക്ക് സ്ഥിരതയില്ലാത്ത സിനഡ് സസ്പെൻഡ് ചെയ്ത ഇടുക്കി മെത്രാന് വോട്ട് ചെയ്യുവാനുള്ള അനുമതി വരെ നൽകി. കളങ്കിതരായ മെത്രാന്മാരുടെ വോട്ട് വിരട്ടി വാങ്ങി. സാധ്യതയുണ്ടായിരുന്ന മൂവാറ്റുപുഴ അത്താനാസ്യോസ് മെത്രാനേക്കാൾ 3 വോട്ട് കൂടുതൽ നേടി. അങ്ങനെ സിനഡിൽ കുലുക്കിക്കുത്ത് നടത്തി കാതോലിക്ക ആയി മാറി. 34 ഭരണഘടന പ്രകാരം മലങ്കര അസോസിയേഷൻ കൂടിയാണ് കാതോലിക്കയെ തിരഞ്ഞെടുക്കേണ്ടത്. എന്നാൽ കളങ്കിതരായ മെത്രാന്മാർ കുലുക്കിക്കുത്ത് നടത്തി അതിൽ നറുക്കുവീണ സേവേറിയോസിനെ കാതോലിക്കയായി തിരഞ്ഞെടുത്തുവെന്ന് അടുത്ത ദിവസം മനോരമയിൽ വാർത്ത കൊടുത്തു. ഇതിന് ശേഷമാണ് മലങ്കര അസോസിയേഷൻ ഉൾപ്പെടെയുള്ള മറ്റു പ്രഹസനങ്ങൾ അരങ്ങേറിയത്. തുടർന്ന് തിടുക്കപ്പെട്ട് പരിമലയിൽ വെച്ച് തട്ടിക്കൂട്ടിയ ഉടായ്പ കാതോലിക്ക വാഴ്ചയും എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. കോവിഡ് കാലമായിരുന്നതിനാൽ ഒരു കോവിഡ് വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുന്നത് പോലെ വിശ്വാസികൾ പോലും അറിയാതെ മത്തായി കാതോലിക്ക കസേരയിൽ അങ്ങ് കയറി. സ്റ്റേ വരുമെന്ന് പേടിച്ച് വെളുപ്പിന് 5 മണിക്ക് വാഴിക്കൽ പരിപാടികൾ തുടങ്ങി. രാവിലെ 7 മണിക്കുള്ളിൽ കാതോലിക്ക വാഴ്ചയും അവസാനിച്ചു. കാരണം കോടതി തുറക്കുന്നതിന് മുമ്പ് പണി നടത്തി തീർക്കണം. അങ്ങനെ വീട്ടുകാർ ഉറങ്ങിക്കിടക്കുമ്പോൾ കള്ളന്മാർ മച്ചുപൊളിച്ച് അകത്ത് കയറുന്നത് പോലൊരു കാതോലിക്ക വാഴ്ചയാണ് അന്ന് നടന്നത്. വാഴ്ചതാരാണ്? ക്ലീമീസ് മെത്രാൻ. ഓക്സിയോസ് ചൊല്ലിക്കൊടുത്ത ആ ക്ലീമീസ് മെത്രാന് തന്നെ ആദ്യ പണി മത്തായി മൂന്നാമൻ കൊടുത്തു. അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി സമഷ്ടിയിലേക്ക് പറഞ്ഞു വിട്ടു. കസേര പിടിക്കുവാൻ കൂട്ടുനിന്ന എല്ലാവർക്കിട്ടും 8ന്റെ പണിയും കൊടുത്തു. പിന്നെ നടന്നത് കാശുവാരി എറിഞ്ഞുള്ള PR മാമാങ്കങ്ങൾ, പേരുണ്ടാക്കാനായി നടത്തിയ എന്തൊക്കെ പ്രഹസനങ്ങൾ, സ്വന്തം ഫോട്ടോ വെച്ച് സ്റ്റാമ്പ് ഉണ്ടാക്കൽ, അവാർഡ് കച്ചവടം, റഷ്യൻ അവാർഡ് മേടിക്കൽ, കുടുംബശ്രീയുടെ വക പുഷ്പലാക്ഷി മെമ്മോറിയൽ അവാർഡ് വരെ ഓടി നടന്നു മേടിച്ചു. വിളിക്കാച്ചാത്തം ഉണ്ണാൻ പോയി പലയിടത്തും കയറി ഇറങ്ങി സ്വയം അപഹാസ്യനായി. ചുരുക്കം പറഞ്ഞാൽ കുടുംബത്തിൽ പിറക്കാത്തതിന്റെ സകല ലക്ഷണങ്ങളും കാണിച്ചു. 2017 സുപ്രീം കോടതിയുടെ വിധിയിലൂടെ കൈവന്ന ഇരുസഭകളുടെയും ഐക്യസാധ്യത തകർത്തു കളഞ്ഞത് ഈ മത്തായി മൂന്നാമൻ ഒരാളാണ്. സഭകളുടെ ഐക്യം സാധ്യമായാൽ തന്റെ കാതോലിക്ക മോഹം നടക്കില്ല എന്ന് മനസ്സിലാക്കിയാണ് പൗലോസ് ദിദിനെ കൊണ്ട് ചുടുചോറ് വാരിച്ചത്. അദ്ദേഹത്തെ അനുഭവമിതനാക്കിയതിന് പിന്നിൽ പഴയ സേവേറിയോസ് എന്ന ഈ മത്തായി മൂന്നാമനായിരുന്നു. പള്ളികൾ പിടിച്ചു പറിക്കണമെങ്കിൽ സേവേറിയോസ് തന്നെ കാതോലിക്ക ആകണമെന്ന് പറഞ്ഞിട്ടിപ്പോൾ എന്തായി? കിട്ടിയ വിധി എന്തായി? 30-ാം തീയതി മത്തായിയും പരിവാരങ്ങളും കൊച്ചി എയർപോർട്ടിലെത്തിയാൽ പറ്റിയാൽ കിഴക്കിന്റെ കാതോലിക്കയുടെ ആദ്യ കൈമുത്ത് മേടിക്കാം. അങ്ങനെയെങ്കിലും കൈവപ്പില്ലെങ്കിലും ഒരു കൈമുത്തെങ്കിലും തരപ്പെടുത്താം. ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് കിഴക്കിന്റെ കാതോലിക്ക ആയി വരുന്നതോടെ കാനൂനികമായി അദ്ദേഹമായിരിക്കും മലങ്കര സുറിയാനി സഭയുടെ കാതോലിക്ക. പരിമല തിരുമേനിയുടെ പിന്മുറക്കാരനായ സൗമ്യ തേജസ്സായ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിയാണ് ഇതര സഹോദര ക്രൈസ്തവ സഭാ തലവന്മാർ അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങിന് ലെബനനിലേക്ക് പോകുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും നേതാക്കളുമായും സമദൂരം പാലിക്കുന്നതിനാൽ അവർക്കെല്ലാം പ്രിയപ്പെട്ടവനാണ് ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ്. ഒരു ചിരിച്ച മുഖത്തോടെയല്ലാതെ ഇന്നുവരെ അദ്ദേഹത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? 2 വിഭാഗമെന്ന് കഴിഞ്ഞ 130 കൊല്ലം പിൻഗാമികൾ കോടതിയിൽ പറഞ്ഞ കാര്യം ഞങ്ങൾ 2 സഭയെന്ന് തിരുത്തി സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത മത്തായി മൂന്നാമനെ കഴിഞ്ഞ ദിവസം ചേർന്ന മാനേജിംഗ് കമ്മിറ്റിയിൽ ചോദ്യം ചെയ്തിരുന്നു. സഭയുടെ എല്ലാ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും അദ്ദേഹം എത്രയും വേഗം സ്ഥാനത്യാഗം ചെയ്യണം എന്ന മുറവിളി ഉയരുകയാണ്. ചുരുക്കം പറഞ്ഞാൽ എല്ലാം ഉണ്ടെങ്കിലും ഇന്ന് ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് ഓർത്തഡോക്സ് സഭ. അതിന് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. എനിക്ക് പരിചയമുള്ള ഒരു പഴയ ഇൻകം ടാക്സ് കമ്മീഷണർ ഉണ്ടായിരുന്നു. വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് സർവീസിൽ കയറിയതോടെ പണത്തോടുള്ള ആക്രാന്തം വർദ്ധിച്ചു. വിരട്ടി തന്നെ കോടികൾ സമ്പാദിച്ചു. ആകെ ഉണ്ടായിരുന്നത് ഒരേ ഒരു മകൾ മാത്രമാണ്. ഒരു സുപ്രഭാതത്തിൽ മകൾ വീട്ടിലെ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിപ്പോയി. ചുരുക്കം പറഞ്ഞാൽ കട്ടും മോട്ടിച്ചും വെട്ടിച്ചുമൊക്കെ ഉണ്ടാക്കിയ സ്വത്ത് മുഴുവൻ വണ്ടി ഉരുട്ടുവാൻ വന്നവന്റെ കയ്യിലായി എന്ന് പറഞ്ഞതുപോലെ ഓർത്തഡോക്സ് സഭയുടെ സ്വത്ത് മുഴുവൻ ഇന്ന് ആരുടെ കയ്യിലായി? മൊണ്ണ അച്ചായന്മാർ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് കാര്യമായി ഒന്ന് ചിന്തിച്ചാൽ ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ പിടികിട്ടും. അവസാനമായി ഞങ്ങളുടെ മത്തായി മൂന്നാമനോട് പറയുവാനുള്ളത് നോയമ്പാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. പോത്തും പോർക്കും മാത്രം ഉപേക്ഷിച്ചതുകൊണ്ട് കാര്യമില്ല. കുശുമ്പും കുന്നായ്മയും ഒക്കെ കളഞ്ഞ് 25-ാം തീയതി നടക്കുന്ന മാതൃസഭയുടെ കാതോലിക്ക വാഴ്ചയ്ക്ക് വേണ്ടി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക. വിഭജിച്ച് നിൽക്കുവാനാണ് പ്ലാനെങ്കിൽ അന്ത്യോക്യൻ പാരമ്പര്യപ്രകാരമുള്ള സകലതും ഉപേക്ഷിക്കേണ്ടി വരും. അപ്രകാരം ചെയ്താൽ സുറിയാനി ഭാഷ ഉപേക്ഷിക്കണം, തക്സ ഉപേക്ഷിക്കണം, മറുബാസ, ധൂപക്കുറ്റി, വേഷവിധാനങ്ങൾ, സ്ഥാനചിഹ്നങ്ങൾ, പേരുകൾ ഉൾപ്പെടെ സകലതും ഉപേക്ഷിക്കേണ്ടി വരും. ചിരട്ടക്കരി മാത്രമേ നിങ്ങളുടേതായി പിന്നീട് അവശേഷിക്കൂ. അതുകൊണ്ട് കാതോലിക്ക മംഗളഗാനവുമായി മത്തായി മൂന്നാമൻ 30-ാം തീയതി മുന്നിൽ കാണണം. അവസാനമായി നമുക്ക് 2 വാക്ക് പ്രാർത്ഥിച്ച്
പിരിയാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്വനായ പിതാവേ, അങ്ങയുടെ പേരിൽ കൊസറക്കൊള്ളി പരിപാടികളുമായി നടക്കുന്ന ഞങ്ങളുടെ ഈ മത്തായി മൂന്നാമന് സുബുദ്ധി കൊടുക്കണമേ. വരും ദിവസങ്ങൾ ആദ്യകേറി അദ്ദേഹം ചെയ്യുവാൻ സാധ്യതയുള്ള സകല കുത്തിത്തിരിപ്പുകളിൽ നിന്നും അദ്ദേഹത്തെ നീ വിടുവിക്കണമേ കർത്താവേ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.